2017 ഡിസംബർ 26 കേരളം ദുരന്തമുഖത്ത്. ഓഖി ദുരന്തം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിലെത്തി. അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ധൂർത്ത്. ചെലവ് ചുരുക്കണമെന്ന് അടിക്കടി ഉപദേശിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അതേ വിവാദത്തിൽ ഇന്ന് എന്താണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി? പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഔദ്യോഗിക ആവശ്യത്തിന്, സതീശനോ തീർത്തും സ്വകാര്യ ആവശ്യത്തിന്. പ്രതിപക്ഷത്ത് നിന്ന് ഭരണത്തിലെത്തുമ്പോൾ ഹെലികോപ്റ്ററിൽ വിവാദം ഇല്ലേ? മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. അതേ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ്. അത് നാടിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഇന്ന് ഓരോന്നും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് ആരാണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. പിണറായി വിജയൻ ഹെലികോപ്റ്റർ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞു. മൊത്തത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ സമയത്ത് ഇത്തരം വിവാദങ്ങളിലേക്കൊക്കെ പോകണ്ട. രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ നമുക്കിപ്പോൾ മലബാറിലും കൂടുതൽ പ്രദേശങ്ങളിൽ പ്രകൃതിക്ഷോഭത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് ആളുകൾ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ഗവൺമെൻറ്, മുഖ്യമന്ത്രി തന്നെയാണ് ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത്. ഭാര്യ പിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ യാത്ര. ദുരന്തമുഖത്ത് ഉപയോഗിക്കാനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി LDF സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ. പിണറായി ഓഖി ദുരന്തമുഖത്ത് ഉപയോഗിച്ചപ്പോൾ ഹെലികോപ്റ്റർ ധൂർത്തെന്ന് അന്ന് വിമർശിച്ച UDF നേതാക്കൾക്ക് ന്യായീകരിക്കാതെ ഇപ്പോൾ മറ്റെന്താണ് വഴി? ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന എന്താ കുഴപ്പം? മുമ്പ് മുഖ്യമന്ത്രിമാർ കയറിയിട്ട് പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. പിണറായി വിജയൻ ഹെലികോപ്റ്റർ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പോകേണ്ട എന്ന് തങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെന്ന് മുരളീധരൻ പറയുന്നു. അങ്ങനെയാണോ? എങ്കിൽ എന്തിനായിരുന്നു അന്ന് ആ കോലാഹലങ്ങൾ? അന്ന് വിമർശിച്ച VT ബൽറാമിന്റെ പ്രതികരണം, കാറും ബംഗ്ലാവും പരിവാരങ്ങളും ഒക്കെ അനുവദിച്ച ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വെച്ചിരിക്കുന്നത് ഇതിലൊക്കെ വിമർശനം ഉന്നയിക്കാനാണ് എന്നാണ്. പ്രതിപക്ഷത്തിരുന്നാൽ മാത്രം നിലപാട് മതി എന്നാണോ? കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശത്ത് കൃഷിമന്ത്രി T സിദ്ദിഖും റവന്യൂ മന്ത്രി AP അനിൽകുമാറും എത്തിയത് ഹെലികോപ്റ്ററിൽ. യാത്രയുടെ ചിത്രം മന്ത്രി അനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ട്രോളുകളിൽ മുങ്ങിയതോടെ ആ പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ ദുരന്തമുഖത്തേക്കാണ് മന്ത്രിമാർ പുറപ്പെട്ടത്. ആ സമയത്ത് അത് ഏറ്റവും ആവശ്യമുള്ളത് മുഖ്യമന്ത്രിയുടേത്. പക്ഷേ അതല്ലല്ലോ. ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിച്ചപ്പോൾ വിമർശിച്ചവർ, വിവാദം ആഘോഷിച്ചവർ ഇപ്പോഴും പ്രതികരിക്കേണ്ടതല്ലേ? മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ ഭാഷയിൽ നിയമസഭയിൽ പ്രസംഗിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താൻ ചെയ്ത എല്ലാ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം മറന്ന് അദ്ദേഹം പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറവി രോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് മറവി രോഗം ബാധിച്ചോ എന്നാണ് ചോദ്യം. കാറിലെ പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയാകും മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്ന് P രാജീവിന്റെ പരിഹാസം. ഈ ഹെലികോപ്റ്റർ വെറുതെ ഇവിടെ കിടക്കല്ലേ? കേരളത്തിൻ്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോൾ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിലടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യമെന്നുള്ളത്. അതേ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ്.
അത് നാടിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഇന്ന് ഓരോന്നും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് ആരാണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. കെ മുരളീധരൻ പറഞ്ഞത് ഈ വിഷയത്തിൽ നേരത്തെ പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതാണ്. എന്നു മാത്രമല്ല, ദുരന്തമുഖത്ത് ഉപയോഗിക്കാനല്ലേ അത്യാവശ്യ ഘട്ടത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടത് എന്നും ബസ്സും ട്രെയിനും എത്താൻ പറ്റാത്ത സമയത്ത് ഉപയോഗിക്കേണ്ടതല്ലേ എന്നും. എന്തുകൊണ്ടാണ് LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും കേരളം അതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ദുരന്തമുഖത്ത് സംസ്ഥാനം നിൽക്കുന്ന സമയത്ത് അത്തരമൊരു ആരോപണം അന്ന് UDF അപ്പോൾ ഉന്നയിച്ചത്? അന്ന് ഇതേ മറുപടി ആയിരുന്നില്ലല്ലോ VD സതീശൻ ഉണ്ടായിരുന്നത്, കെ മുരളീധരൻ ഉണ്ടായിരുന്നത്, രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നത്. ന്യായീകരിക്കാൻ പോലും ആകാത്ത ഗതികേട് ഈ സമയം UDFന് വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ്. കാലവർഷക്കെടുതിക്കിടെ യൂത്ത് ലീഗ് നേതാവിന്റെ സൽക്കാര വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം കടുക്കുമ്പോൾ ദുരന്തമുഖത്ത് പ്രതിരോധിക്കാതെ തരമില്ല കോൺഗ്രസിന്. എല്ലാം ഏകോപിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു വീഴ്ചയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറ്റേ പ്രചരണമൊക്കെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ, അതിനകത്തൊക്കെ എന്ത് കാര്യം അതിനകത്ത് പറയാൻ കഴിയുക? അപ്പോൾ അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് നേതൃത്വം നൽകിയത്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. മറിച്ചുള്ള പ്രചരണമൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ദുരന്തമുഖത്ത് വിരുന്നുണ്ടതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ AP അനിൽകുമാർ പറഞ്ഞത് എന്താണ് എന്ന് നോക്കിയാൽ, ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ കഴിയുമോ എന്ന് UDF നേതാക്കൾ പ്രതിരോധിക്കുന്നു. പക്ഷേ ആ സമയവും സാഹചര്യവുമാണ് നോക്കേണ്ടത്. കേരളം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഏത് സാഹചര്യത്തിലായിരുന്നു? മഴക്കെടുതിയെ നേരിടുകയാണ്. 3 മണിക്കൂർ കൊണ്ട് ഇരച്ചു വന്ന മഴയിൽ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് മുമ്പിലാണ് ആ ചിത്രം പ്രചരിപ്പിക്കപ്പെട്ടത്. ആ സമയത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ പറയുന്നത് എന്നതുകൊണ്ടാണ് ആ വിമർശനം ഉയരുന്നത്. അന്ന് ഓഖി വന്നു, പ്രളയം 2 തവണ വന്നു, നിപ്പ വന്നു. ഈ ഘട്ടത്തിലൊക്കെ സർക്കാരിനെ, LDF സർക്കാരിനെ വിമർശിച്ച, വിമർശനങ്ങൾക്ക് അതീതരല്ല ഒരു സർക്കാരും എങ്കിൽ തന്നെയും ആ വിമർശനങ്ങളുടെ ആഴത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ ഇന്ന് UDF സർക്കാരിന് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ സമയത്ത് ഇത്തരം വിമർശനങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും മഴ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ പാളിപ്പോയി എന്നും മുന്നൊരുക്കങ്ങൾ വേണ്ടത്ര ഉണ്ടായില്ല എന്നും അറിയിക്കുമ്പോൾ ആ വിധത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികരണങ്ങൾ കൂടി വരുന്നത്, വിമർശനങ്ങൾ ഉയരുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. മഴക്കെടുതിയിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന വ്യാപക വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി കാട്ടേണ്ട ഒന്നുണ്ടായിരുന്നു, ഔചിത്യബോധം എന്നതാണത്. മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ജനം പ്രാണഭയത്തിലായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. ദുരിതക്കയത്തിലുള്ള ജനങ്ങൾ അത് ചിന്തിക്കും. ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ വിഭവസമൃദ്ധമായ വിരുന്നുണ്ടെന്നതിന്റെ വിമർശനമാണ് ഉയരുന്നത്. മഴക്കെടുതിയിൽ സംസ്ഥാനം വലയുമ്പോൾ മുഖ്യമന്ത്രിയും സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചോ? യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് നിർമ്മിത പ്രളയം എന്ന് വേണമെങ്കിൽ ഇത് പറയാം. വെള്ളപ്പൊക്കവും ഈ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ തന്നെ ഉണ്ടായതിനു ശേഷം അതിന് ആവശ്യമായ സാന്ത്വന നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ജനം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സമയത്ത് എന്താ ചെയ്യുന്നത്? അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിൽ സൽക്കാരത്തിൽ പങ്കുചേരുകയാണ് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ അത് ജീവിതകാരി പദവിക്ക് യോജിച്ചതാണോ? ഹെലികോപ്റ്റർ വിവാദം കൊടുമ്പിരി കത്തുമ്പോൾ ഇപ്പോൾ LDF നേതാക്കൾ പറയുന്നത് എന്താണ്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല വിമർശനം, അതെന്തിനുപയോഗിച്ചു, ഏത് സാഹചര്യത്തിൽ ഉപയോഗിച്ചു എന്നതാണ്. ദുരന്തമുഖത്ത് ഉപയോഗിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വിമർശിച്ച UDF നേതാക്കൾ ഇന്ന് ആ വിഷയത്തിൽ മൗനം തുടരുന്നു. അതല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വിഷയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന ഗതികേടിലായിരിക്കുന്നു എന്നതാണ്. കെ മുരളീധരന്റെ പ്രതികരണം ആ കൂട്ടത്തിൽ കൂട്ടാം. ട്രെയിനോ ബസ്സോ ഇല്ലാത്ത സമയപ്പോൾ ഉപയോഗിക്കേണ്ടതാണ് ഹെലികോപ്റ്റർ എന്ന് പറയേണ്ട അവസ്ഥ വന്നു എന്നതാണ്. പക്ഷേ അപ്പോഴും മുൻപത്തെ കാര്യങ്ങൾ മറന്നുപോയത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. കെ മുരളീധരൻ അത് മറന്നു. ഒപ്പം
വി.ഡി. സതീശൻ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആ വിഷയത്തിൽ എന്തായിരുന്നു? പിണറായി വിജയൻ ധൂർത്ത് നടത്തുന്നു, ആ ധൂർത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്ന് വി.ഡി. സതീശൻ. ഇന്ന് അതിന് നേർവിപരീതമായി ഔദ്യോഗിക കാര്യത്തിനല്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ സംഗതി. വളരെ സ്വകാര്യമായ ആവശ്യത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു മുഖ്യമന്ത്രിയായിരിക്കെ വി.ഡി. സതീശൻ. A.P. അനിൽകുമാറും ടി സിദ്ദിഖും കള്ളാടിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വലിയ വിമർശനങ്ങൾക്ക്, കാരണം ട്രോളായി അത് ഭവിക്കാൻ കാരണവും മുൻപ് LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഹെലികോപ്റ്റർ വിവാദം ഉണ്ടായതുകൊണ്ടും അത് ഏറ്റുപിടിച്ച് ആഘോഷിച്ചത് UDF നേതാക്കളാണ് എന്നുള്ളത് കൊണ്ടുമാണ്. എന്നിട്ടും അപ്പോഴും ദുരന്തമുഖത്തേക്കാണ് മന്ത്രിമാർ പോയത് എന്നുള്ളത് കൊണ്ടും ഹെലികോപ്റ്ററിന്റെ ആവശ്യം അത് സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുന്നത്, സംസ്ഥാനം വാടകയ്ക്കെടുത്തിരിക്കുന്നത് ദുരന്തമുഖത്ത് ഉപയോഗിക്കാനാണ്, പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് എന്നുള്ളത് കൊണ്ടും അതിനെ തള്ളിക്കളയാം, കാരണം അത് ന്യായമായ സംഗതി എന്നതുകൊണ്ട് മാത്രം. പക്ഷേ വി.ഡി. സതീശന്റെ കാര്യത്തിൽ അതല്ല ഉണ്ടായിരിക്കുന്നത്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നത് മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ അത് വിമർശനങ്ങൾക്ക് അതീതമായി തന്നെ നിന്നേനെ. കാരണം LDF സർക്കാരിനോട് ആ ഘട്ടത്തിൽ, ദുരന്തമുഖത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ച, ആ വിമർശനങ്ങളെയും വിവാദങ്ങളെയും അങ്ങേയറ്റം ആഘോഷിച്ച പ്രതിപക്ഷമാ ഇന്ന് ഭരണത്തിലെത്തിയപ്പോൾ നിലപാട് മറികടന്നിരിക്കുന്നു എന്നത് എത്ര വിമർശനങ്ങൾക്ക് അതീതമാകാതെ തന്നെ നിൽക്കും എന്നതാണ് പ്രസക്തമായ സംഗതി. ഭരണത്തിലെത്തിയാൽ U-ടേൺ അടിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് ജനം ചോദിക്കും. അധികാരത്തിലെത്തിയാൽ അതെങ്ങനെയാണ് നിലപാടിൽ മാറ്റമുണ്ടാവുക എന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ചും ദുരന്തമുഖത്താണ് ഇപ്പോൾ സംസ്ഥാനമുള്ളത് എന്നതുകൊണ്ട്. ദുരന്തത്തെ നേരിടുമ്പോൾ, പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യകതയുണ്ട്. വിവാദങ്ങളല്ല മന്ത്രി പി സി വിഷ്ണുനാഥ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ സമയം വിവാദങ്ങളല്ല വേണ്ടത് എന്ന്. അതേ ഔചിത്യബോധം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണിച്ചില്ല ഈ വിഷയത്തിൽ എന്നത് ആ ഫേസ്ബുക്കിലിട്ട വിരുന്ന് ചിത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുമാത്രം മതിയാകും. ഔചിത്യബോധം പ്രതിപക്ഷത്തിന് മാത്രമല്ല, ഭരണപക്ഷത്തെത്തുമ്പോഴും വേണം ഔചിത്യബോധം എന്നത് ആവർത്തിക്കേണ്ടി വരുന്നത് അവിടെയാണ്. ദുരന്തമുഖത്ത് ഈ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ജനങ്ങൾ പലപ്പോഴും പല ഘട്ടത്തിലും വിമർശനം ഉന്നയിക്കുന്നു. സർക്കാർ ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ദൗത്യം ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ദുരന്ത നിവാരണം നടത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഔചിത്യബോധത്തോടുകൂടി പെരുമാറേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും സർക്കാരിനും ഉണ്ട് എന്നതാണ് ഓർക്കേണ്ടത്.